യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത് അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, യേശു കർത്താവ് ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് അടയാളങ്ങൾ കർത്താവ് തുടങ്ങുന്നത്, അടയാളങ്ങളുടെ ആരംഭമായിട്ട്. ആ ആരംഭം നമുക്കറിയാം. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് ചെന്നിട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതാണ് 1-ാമത്തെ അടയാളം. അവിടെ ഒരു യേശു കർത്താവ് ഒരു കല്യാണ വീട്ടിലേക്ക് വരികയാണ്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. കല്യാണ വീട്ടിൽ ആര് വന്നു? യേശു വന്നത്. യേശു എവിടെയും വരും, പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായി. യേശുവിനെ ഈ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചു. അപ്പം കല്യാണത്തിന് യേശുവിനെ എന്ത് ചെയ്യണം? ക്ഷണിക്കണം. ഞാൻ 2 അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടു. ഒന്നാമത്തേത് രസകരമായൊരു അനുഭവം. കുറേ നാളായിട്ട് കല്യാണം നടക്കാത്ത ഒരു കൊച്ച് വിശ്വാസത്താൽ ഒരു കല്യാണക്കുറി എഴുതിയിട്ടു. കർത്താവെ, എൻ്റെ കല്യാണം അത് പിന്നെ ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അത് വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ മണ്ടത്തരമാണെങ്കിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ചെറുക്കൻ്റെ അവിടെ പേരെഴുതി, ചെറുക്കൻ്റെ പേരെഴുതിയപ്പോൾ യഹോവ ഈരേന്ന് എഴുതി, സമയം എഴുതിയപ്പം ഗോഡ്സ് ടൈം എന്ന് എഴുതി, ഇൻ ഹിസ് ടൈം. എന്നിട്ട് ഓഡിറ്റോറിയം അവരുടെ നടക്കാൻ സാധ്യതയുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് കല്യാണക്കുറി എഴുതി. എന്നിട്ട് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ആദ്യത്തെ കല്യാണക്കുറി, കല്യാണം നടക്കുന്ന 2-ാമത്തെ അനുഭവം, കല്യാണ വീട്ടിൽ ചെന്നപ്പം അവരെല്ലാവരും കൂടെ വീട്ടുകാരിരുന്ന് ഒരു ദിവസം ഉപവസിച്ചു. എനിക്ക് നന്നായിട്ട് തോന്നി. ഇനിയും കല്യാണം കഴിക്കാനുള്ള പിള്ളേർക്കൊക്കെ നല്ല കാര്യം. ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്ന് ഉപവസിച്ചിട്ട് ഒരു കല്യാണക്കുറി എടുത്തിട്ട് നല്ല സ്ഫുടതയോടെ എഴുതി, ടു മൈ ഡിയർ ജീസസ്. ആദ്യത്തെ കുറി ആർക്ക്? യേശുവിന്. ഒരു കുറി അങ്ങ് എഴുതി. ആർക്കെഴുതി? യേശുവിന് എഴുതി. അത് നന്നായിട്ട് തോന്നി. ഇനിയും അതിൻ്റെ അർത്ഥവും തലവും ഒന്നും എന്നോട് ചോദിക്കരുത്. ഒരു പാവം പിടിച്ച കൊച്ചു ചെയ്തൊരു കാര്യമാണ്. കാരണം അതിൻ്റെ കല്യാണത്തിന് വിളിക്കാനും പോകാനും പൈസയൊന്നും ഇല്ലാത്തൊരു കൊച്ചു വിശ്വാസത്താൽ ആദ്യത്തെ കുറി എഴുതി ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. അപ്പോൾ എന്നെ നോക്കുന്ന ആൻറ്റി പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയും വരുന്നില്ലേ? വരുന്നതിന് എൻ്റെ ഇവൾക്ക് നല്ല കാര്യം. ആദ്യത്തെ കുറി ആർക്ക് കൊടുക്കുക? യേശുവിന് കൊടുക്കുക. 2-ാമത്തെ കുറി ആർക്ക് കൊടുക്കണം എന്നറിയാമോ? സഭയുടെ പാസ്റ്റർ കൊടുക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് പാസ്റ്ററെ വിളിക്കരുത്. പാസ്റ്റർ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. നമ്മുടെ സാറിന് നന്ദിയൊക്കെ പറയുമ്പം പറയുന്നൊരു വാക്കാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. അങ്ങനെയല്ല, ആദ്യത്തെ കുറി യേശുവിന് കൊടുത്ത 2-ാമത്തെ വിളി എവിടെ നിന്ന് തുടങ്ങണം? പാസ്റ്റേജിൽ തുടങ്ങണം. അനുഗ്രഹമാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വിളി തുടങ്ങുക. അപ്പോൾ ഇവിടെ വിളിച്ചു ആരൊക്കെ? യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു. വിളിച്ചാൽ ആര് വരും? യേശു വരും. ഈ വീടിൻ്റെ പ്രത്യേകത, ഈ വീട്ടിൽ യേശു വന്നു. യേശു ഒരു പക്ഷേ പല കല്യാണത്തിനും പോയി കാണും. നമുക്ക് യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നല്ല പറയുക. അപ്പം യേശു പല വീട്ടിലും പോയി കാണാമായിരിക്കാം. പക്ഷേ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീട്ടിൽ യേശു വന്നു, പക്ഷേ അവിടെ അവരുടെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി. കല്യാണ വീടിന് തികയാതെ വന്നു. ഒരു ക്രൈസ്തവ യഹൂദ സംസ്കാരം എന്ന് പറയുന്നത് കല്യാണത്തിന് വിളിച്ചാൽ സർപ്ലസ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ക്രൈസ്തവ യഹൂദ സംസ്കാരം. അതല്ലേ നമ്മുടെ ഒരു മലയാള സംസ്കാരത്തിലും പ്രത്യേകിച്ച് മലങ്കര ക്രൈസ്തവ സംസ്കാരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഭക്ഷണം കൊടുക്കുമ്പോൾ തികയണം എന്നുള്ളതാണ് ഒരു കാര്യം. തികയം വേണം, ഇച്ചിരി അധികം വരണം, തൂക്കിക്കളയത്തില്ല. കാരണവന്മാരൊക്കെ ചെയ്യുന്നൊരു കാര്യം, അടുത്ത ഒരു 10 വീട്ടിലെങ്കിലും ഈ മിച്ചം പൊതിഞ്ഞ് കെട്ടി എന്തു ചെയ്യും? കൊടുക്കും. പിന്നെ പോകുന്നവരോട് പറയും വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയും. അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ ചില അണ്ണന്മാർ കല്യാണം നടത്തുമ്പോൾ 700 പേരെ വിളിച്ചിട്ട് 500 പേർക്ക് ഓർഡർ കൊടുത്തിട്ട് കേറ്ററിംഗുകാരനോട് വഴക്കുണ്ടാക്കും. ബാക്കിയോട് എന്ത് ചെയ്യാൻ? അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ അയാൾ കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഒരു കേറ്ററിംഗുകാരൻ ഇതെല്ലാം കൂടെ നിവർത്തി വെച്ചിട്ട് പറഞ്ഞു, വരുന്നവരെല്ലാം പറഞ്ഞു, എൻ്റെ 300 തന്നിട്ടുള്ളൂ, എണ്ണി പ്ലേറ്റ് വെച്ചു, 700 കഴിച്ചു, ഞാൻ അത്ര ചെയ്യാനൊക്കത്തുള്ളൂ. അടിക്കാനും പിടിക്കാനും ഒന്നും എന്നെ കൊണ്ടൊക്കത്തില്ല, വഴക്കുണ്ടാക്കാനും ഇച്ചിരി സർപ്ലസ് ആയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു നല്ല അതാണ് ക്രൈസ്തവ. 12 കൊട്ട നിറച്ച് എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ വരുന്നവർക്കൊക്കെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് വിടുന്ന ഒരു സംസ്കാരം. അതാണ് ഒരു ക്രൈസ്തവ സംസ്കാരം. അതാണ് നല്ലൊരു കാര്യമല്ലേ, അങ്ങനെയൊരു സംസ്കാരം. പക്ഷേ ഇവിടെ തികയാതെ വരുന്നത് ഒരു നിത്യ നാണക്കേടാണ്. കല്യാണത്തിന് വിളിച്ചാൽ എന്ത് ചെയ്യണം? തികയാതെ വരണം. എൻ്റെ ഓർമ്മയിൽ പച്ചപിടിച്ച് കിടക്കുന്നൊരു അനുഭവമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു വലിയ കല്യാണത്തിന് വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചു. പക്ഷേ അന്നൊരു അപ്രതീക്ഷിത ബന്ധു വന്നതുകൊണ്ട് ഇവർ വിളിച്ചവരെ എണ്ണമെല്ലാം വെട്ടിക്കുറച്ചു. കാരണം ബന്ധമല്ലേ, ആരും വരത്തില്ലെന്ന് ഓർത്തു. പക്ഷേ സകല പ്രതീക്ഷകളെയും അതിജീവിച്ചുകൊണ്ട് വിവാഹമെന്ന് ബോർഡ് എഴുതി വെച്ച് എല്ലാവരും കല്യാണത്തിന് വന്നപ്പോൾ ഇരട്ടിയുടെ ആൾ ആർക്കും തികഞ്ഞില്ല. അത് കിട്ടിയവർക്ക് കിട്ടിയില്ല, ഞങ്ങൾക്കും കിട്ടിയില്ല. എനിവേ സംഭവിച്ചത്
ഒത്തിരി നാൾ കഴിഞ്ഞ് ആ വീട്ടിലെ ഒരു സഹോദരനെ കുഞ്ഞിനെ ഞങ്ങൾ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി. എൻ്റെ അമ്മ ഇന്ന് ഇന്നാരാണ്, ഇന്നടത്തെയാണ്. എടുത്ത വായിൽ എൻ്റെ അമ്മ ചോദിച്ചു, ഇവരുടെ കല്യാണത്തിന് പോയതല്ലടാ, തികയാതെ വന്നത്. ഉയ്യോ, അവരുടെ മുഖം അങ്ങ് വല്ലതായി. ഞാൻ വെട്ടിവെട്ട്, ഞാൻ കാണിക്കാമെന്നാണ് നാണം കേട്ടു. അപ്പം എന്നോട് അമ്മയുടെ എടാ സോറി എടാ, തെറ്റിപ്പോയി. എന്നാലും അന്ന് അവിടുന്ന് വിശന്ന് പോയപ്പോൾ ഷുഗർ ഡൗണായി. വീട്ടിൽ ചെന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. പിന്നെ പഞ്ചസാര വാരി തിന്നുകായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നാണക്കേടല്ലേ, സങ്കടമാണ് കല്യാണത്തിന് തികയാതെ വരിക. ഇങ്ങനെയൊരു നിത്യ നാണക്കേടാണ്. പക്ഷേ ഇങ്ങനെയൊരു സംഭവമാണ് ഇവരുടെ വീട്ടിൽ ഉണ്ടാകുക. കല്യാണം ഈ പല അനുഭവത്തിൽ നമുക്കുണ്ടാകുന്നൊരു കാര്യം. എന്നാലും തികയാതെ വന്നൊരു സങ്കടമല്ലേ, നമ്മൾ ജീവകാലത്ത് എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അപ്പോൾ ഒരു നിത്യ നാണക്കേട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വീട്ടിലേക്ക് യേശു വരികയാണ്. എന്താ, ഒരു ദിവസം കൊണ്ടല്ല കല്യാണം നടക്കുക. അവരെല്ലാ ദിവസവും കണക്ക് കൂട്ടി കല്യാണത്തിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഈ വൈനെല്ലാം ഉണ്ട്. ബാക്കി ചിക്കനൊക്കെ എല്ലാം പെട്ടെന്ന് വെക്കാം, ചോറാണെങ്കിൽ പെട്ടെന്ന് വെള്ളം തിളപ്പിച്ചിടാം. പക്ഷേ വൈൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. കുറേ നാളത്തെ കാൽക്കുലേഷൻ കൊണ്ടാണ് ഈ വൈനെല്ലാം റെഡിയാക്കിയത്. പക്ഷേ ഈ വീടിനൊരു പ്രശ്നം ഉണ്ടായി. ഈ വീട്ടിൽ അവരുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി. ഈ കണക്കൂട്ടുകൾ തെറ്റിയ ഒരു വീട്ടിലേക്കാണ് യേശു വരുന്നത്. ഇതും നമ്മളുമായിട്ട് എന്താ ബന്ധം? മൂന്നാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം. ഈ മൂന്നാം നാൾ, അത് തേർഡ് ഡേ, മൂന്നാം നാൾ ഒരു പ്രതീക്ഷയുടെ ദിവസമാണ് വേദപുസ്തകത്തിൽ. മൂന്നാം നാൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. തേർഡ് ഡേ എന്നുള്ളത് ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്. ഈ കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചിന്തയുണ്ട്. കടലിൽ ഒരാളെ കാണാതെ പോയാൽ എത്രാം ദിവസം കിട്ടുമെന്നറിയാം? മൂന്നാം ദിവസം തെറ്റും. അതൊരു സത്യമാണ് കേട്ടോ. മൂന്നാം പൊക്കം പൊങ്ങും. ആറ്റിപ്പോയാൽ സാധാരണ പറയുന്നത് മൂന്നാം പൊക്കം അല്ലെങ്കിൽ അഞ്ചാം പൊക്കം പൊങ്ങിയിരിക്കുന്ന മൂന്നാം പൊക്കം ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയുടെ ഒരു ദിവസം മൂന്നാം പക്കം. പക്ഷേ യേശു വന്നാൽ ഒരു കാര്യം പ്രത്യേകതയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ ദിവസമാണ്. എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമ്പോഴാണ് ആര് വരുന്നത്? യേശു വരുന്നത്. ഈ വീട്ടിൽ യേശു വന്നു. എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ ആ വീശി കർത്താവിനെ ക്ഷണിച്ചത് കൊണ്ട് വന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. പ്രശ്നം ഇതാണ്, അവിടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി. കാൽക്കുലേഷൻസ് മൊത്തം പൊളിഞ്ഞു. എല്ലാ മനുഷ്യരും ഒത്തിരി കാൽക്കുലേറ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷേ പ്രതീക്ഷകൾ, കണക്കുകൂട്ടുകളെല്ലാം തെറ്റും. കണക്കൂട്ട് തെറ്റുമ്പോഴാണ് മനുഷ്യൻ വല്ലാതാകുന്നതും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചെന്നും ഡിപ്രഷനിലേക്ക് പോകുന്നതും ഒക്കെ കാൽക്കുലേഷൻസ് തെറ്റുമ്പോഴാണ്. എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തല്ലേ എല്ലാം പോകുന്നത്. ജീവിതം മുഴുവൻ കാൽക്കുലേഷനിലാണ്. ഇന്ന പോലെ ഇന്ന പോലെ ഇന്ന പോലെ പോകണം. പക്ഷേ ഈ കണക്കൂട്ടുകളതും തെറ്റും. എന്തുമാത്രം പ്രതീക്ഷയോടാണ് ഓരോരുത്തർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമ്പൂറ്റിയൊരു പെങ്കൊച്ചിനെ ഞാൻ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ എന്തെല്ലാം എവിടെ അല്ല ഞാൻ കണ്ട്, അവൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അജജ അറിയുമോ എന്തുമാത്രം കഷ്ടപ്പെട്ട എന്നെ കെട്ടിച്ചു വിട്ടത്. സത്യം പറയട്ടെ, കല്യാണം കഴിച്ച പിന്നെ കണ്ണീര് ചോറ് വീഴാതെ ഒരു ഉരുള ചോറ് ഞാൻ ഉണ്ടിട്ടില്ല. പക്ഷേ ഞാനത് വീട്ടിൽ പറയത്തില്ല. കാരണം വെറുതെ അവരോട് പറഞ്ഞാൽ അവർ നെഞ്ചു പൊട്ടി ചത്തുപോകും. പിന്നെ അവരോട് ഇല്ലാതാകുന്നത്. ഇത്ര നാളായി ഒരു ഉരുള ചോറ് കണ്ണീര് വീഴാതെ കഴിച്ചിട്ടില്ല. കാരണം ഒരു ജന്മം മുതലുള്ള പ്രതീക്ഷയാണ് ഒരു കുടുംബം. എല്ലാ കുഞ്ഞും ഓർമ്മ വെച്ച നാൾ മുതൽ സ്വപ്നം കാണുന്നത് എന്തിനെയാണ്? കല്യാണത്തെ സ്വപ്നം കാണാത്ത പിള്ളേർ വല്ലതും ഉണ്ടോ? കൊച്ചിനെ നോക്കിക്കേ. കൊച്ചാണെന്നാലും വളർന്നു വരുമ്പം പറയും, ഞാൻ ചെറുക്കൻ, പെണ്ണ് അവൻ ചെറുക്കൻ, നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാം. ഇപ്പം കഞ്ഞിയും കറിയും കളിയില്ല. എന്നാൽ പോലും അവിടം തൊട്ട് തുടങ്ങുന്നതും ഒരു കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. കൊച്ചിലെ തൊട്ട് തുടങ്ങുന്ന പ്രതീക്ഷകൾ പെട്ടെന്ന് അസ്തമിക്കുന്നു. കണക്കൂട്ടുകൾ എല്ലാം തെറ്റിപ്പോകത്തില്ലേ? തെറ്റിപ്പോകാം. കഴിഞ്ഞ ദിവസം ഒരു പിതാവിനോട് വന്ന് പറഞ്ഞ കാര്യമുണ്ട്, പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. ഞാൻ എന്താ കുഴപ്പം? വലിയ പ്രതീക്ഷയോടാ, ഒറ്റ മോനേ ഉള്ളൂ, കല്യാണത്തിന് വേണ്ടി ആലോചിക്കുക. പക്ഷെ അവന് കെട്ടണ്ട പാസ്റ്ററെ. പാസ്റ്ററും ചോദിച്ചു അവന് കുഴപ്പം വല്ലതും ഉണ്ടോ? ഞാൻ വിളിച്ച് ചോദിച്ചേട്ടാ വേറെ പെണ്ണുണ്ടോ? ഇല്ല. നിനക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ നിൻ്റെ പ്രശ്നം എന്താ? ഒന്നുമില്ല. പിന്നെന്താ? കെട്ടുന്നില്ല. എപ്പം കെട്ടണം? ആകുമ്പോൾ ഞാൻ പറയാം. വയസ്സ് എത്രയായി? വയസ്സ് 30 കഴിഞ്ഞു. എടാ അവർക്കൊരു കൊച്ചിനെ കാണണ്ടേ? നീ കെട്ടണ്ട, അവർക്ക് വേണ്ടി കെട്ട്. അങ്ങനെ ആർക്ക് വേണ്ടി കെട്ടാൻ എനിക്കൊക്കത്തില്ലല്ലോ. എനിക്ക് വേണ്ടിയേ കെട്ടാൻ. വെൻ ഐ ആം റെഡി ഫോർ മാരേജ് ഐ വിൽ ലെറ്റ് യു നോ. ഞാൻ പറഞ്ഞു മൂക്കി പല്ല് കെടുത്തിട്ട് നീ ഇനി എന്ന് ലെറ്റ് യു നോനാ? പറയടാ മക്കളെ. എനിക്കൊരു നിയോഗം ഉണ്ടായിട്ട് ചോദിച്ചതാ. അപ്പൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. ആ മനുഷ്യനൊക്കെ എന്തോ വലിയ മനുഷ്യനായിരുന്നു. അവരൊക്കെ ആയ കാലത്ത് ആരായിരുന്നു? പക്ഷേ കെഞ്ചുകയാണ്, മക്കളെ ഒന്ന് സമ്മതിക്കുക, കണക്കൂട്ടെല്ലാം തെറ്റുക. എല്ലാ മനുഷ്യൻ്റെ കണക്കൂട്ട് തെറ്റിപ്പോകും. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാ കണക്കൂട്ടും തെറ്റുമ്പോൾ വരുന്നൊരു ദൈവമുണ്ട്.
മനുഷ്യൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ഉണ്ടോ? എല്ലാ കണക്കൂട്ട് തെറ്റിയാലും നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും തെറ്റാത്ത കണക്കുകളുള്ള ഒരുവനുണ്ട്. അവിടുത്തെ പേര് യേശു. കരങ്ങളടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ പദ്ധതികളും നമ്മുടെ കണക്കൂട്ടുകളും എല്ലാം തെറ്റിപ്പോകാം, പക്ഷേ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഉള്ള കണക്കുകൾ തെറ്റാത്ത ഒരു ദൈവമില്ലേ? എത്ര വീടുകളിൽ ഞാനിരുന്നിട്ടുണ്ട്, എത്രയോ വീടുകളിൽ കണക്കുകൾ തെറ്റിയ വീടുകളുമായിട്ട് രാത്രി മുഴുവൻ ഇരുന്ന നേരം വിളിപ്പിച്ച ദിവസങ്ങളുണ്ട്. പെങ്കൊച്ച് മിടുക്കിയ കല്യാണം കഴിച്ച്. സാധാരണ ഒരു മലയാള വീട്ടിൽ, ഞാനൊരു അമേരിക്കൻ കൾച്ചർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല, ഒരു മൂത്ത കൊച്ചിനെ പഠിപ്പിച്ചാൽ അപ്പനൊരു പ്രതീക്ഷയുണ്ട്, അത് ജോലി കിട്ടുമ്പം രണ്ടാമത്തേനെ എന്തു ചെയ്യും? പഠിപ്പിക്കും. മൂത്തൻ്റെ കല്യാണമായി, കല്യാണപ്രായമായി. കെട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് കെട്ടുന്നില്ല. നിർബന്ധിച്ച് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ കെട്ടത്തില്ല, കാരണം എനിക്കൊരാളായിട്ട് സ്നേഹം. ആരായിട്ടാണ് ചോദിച്ചപ്പം ഞെട്ടിപ്പോയി. ചിന്തിക്കാൻ പോലും വയ്യാത്തൊരുത്തനായിട്ട് സ്നേഹം. അവനോ ഒന്നും അറിയാൻ വയ്യാത്തൊരു കൊച്ചൻ. MBA കാരനാന്നും പറഞ്ഞുകൊണ്ട് വന്ന ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നെല്ലാം തിരക്കിയപ്പം 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. എന്തോ ചെയ്യാനാ? അങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പം അമ്മയുടെ വജ്രായുധ എടുത്തു. കെട്ടുവോ? കെട്ടത്തുള്ളോ? ഉള്ളു. കാണിക്കാടി, കാണിക്കാം, കൊല്ലടി, കൊല്ല, ആരെ? എന്നെ കൊല്ല. വലിച്ചു വെച്ചിടിയാണ് അമ്മ. സാധാരണ പണ്ടൊക്കെ അമ്മ ഇടിച്ച പിള്ളേരായി, അമ്മ ഇനി ഇടിക്കണ്ട, അമ്മ ഇനി ഇടിക്കണ്ട, ഞാൻ കെട്ടിക്കോളാം അമ്മ പറയുന്നതിന്. അത് പണ്ടത്തെ കൊച്ച്. ഇപ്പോഴത്തേത് അയത്തില്ല. അമ്മയുടെ ചങ്ക് പോകാമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല. അമ്മയുടെ ചങ്ക് കലങ്ങത്ത്. അമ്മ ഇടിക്കുന്നു, അച്ഛൻ ചവിട്ടി കുലുക്കി കൊല്ലുമെന്നും പറഞ്ഞ് നടക്കും. ആരെ കൊല്ലാൻ? എവിടെ കൊല്ലാൻ? ഒന്നും നടക്കത്തില്ല. അവസാനം ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. എന്താണെന്നറിയാമോ? ഉദരബന്ധനമാണ്. കൂടോത്രം കൊടുത്ത അടിക്കാൻ വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കാൻ, കൂടോത്രം അടിക്കാനേ. പക്ഷേ ഇത് ഇറങ്ങി വന്നിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ? ഇത് മുറി അടച്ചിരിക്കുക. മോളെ, കുടി പ്ലീസ് കം, പാസ്റ്റർ അങ്കിൾ ഈസ് ഹിയർ വെയിറ്റിംഗ് ഫോർ യു. എവിടെ? ഇറങ്ങി വരത്തില്ല. പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാനല്ലാതെ എന്തോ ചെയ്യാനാ? കണ്ണി നോക്കി നിൽക്കുക. കണ്ണി നോക്കി നിൽക്കുന്ന കണക്കൂട്ട് തെറ്റിയ ഈ വീടുകളിലൊക്കെ ഞാനൊരു കാര്യം കണ്ടു. എത്ര കണക്കൂട്ട് തെറ്റിയാലും യേശു ഉണ്ടോ? നിത്യ അപമാനത്തിലേക്ക് പോകാതെ, ഇരുചെവി അറിയാതെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. യേശു ഉണ്ടോ? ആരോട്? എൻ്റെ ഒരു സുഹൃത്ത് കുഞ്ഞ്, അവൻ കല്യാണം കഴിച്ചപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ഫിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അവന് ഫിറ്റ്സ് വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് പോകുന്ന കൂടെ വരും. നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ മടിയിരുത്തി ഡ്രൈവിങ് പഠിപ്പിച്ച. അവൻ്റെ കുഞ്ഞിലെ ഞാൻ അവനെ കൊണ്ടുനടന്ന് അവനെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ച ഞാനാണ്. എൻ്റെ മടിയിരുത്തി ഞാൻ ആ കുഞ്ഞിനെ മടി വെച്ച് ഡ്രൈവിങ് പഠിപ്പിച്ചു. അപ്പോൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞ് കൂടെ വരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ, ഇത് നേരത്തെ പറഞ്ഞതല്ല, ദേ വർ ചീറ്റഡ്. അപ്പോൾ ഇവർ പോയിട്ട് വിവരാകാശമൊക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ഡീറ്റെയിലൊക്കെ എടുത്തപ്പം വർഷങ്ങളായിട്ട് ഈ കുട്ടി ട്രീറ്റ്മെൻറ്റിലാണ്. ഇവരോട് ഇത് പറയാതാണ് കല്യാണം നടത്തിയത്. അവർ ചീറ്റഡ് ആയില്ലേ? അപ്പോൾ അവൻ എൻ്റെ അടുത്ത്, അവർ വക്കീലിനെ കണ്ടപ്പം വക്കീൽ പറഞ്ഞു ഈസിയാണ്, നിങ്ങൾക്ക് നൾ ആൻഡ് വോയിഡ് എന്നുള്ള വെർഡിക്റ്റ് കിട്ടും, അതുകൊണ്ട് ഗോ ഹെഡ്. അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? ഞങ്ങളിങ്ങനെ കേസ് പോവുകയാണ്, എനിക്കിനി ഒക്കത്തില്ല, കാരണം ഒരു കുഞ്ഞുണ്ടാകത്തില്ല, ഉണ്ടായാലും അസുഖമാണ്, പ്രശ്നങ്ങളാണ്, എനിക്കിതിനെ ബെയർ ചെയ്യാനൊക്കത്തില്ല, എന്താ പറയുക? അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞേ, 2 കാര്യം എനിക്ക് പറയാം. നിന്നെ കൊണ്ടുനടന്ന ഒരു ചേട്ടൻ എന്നിലുണ്ട്. ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ സ്നേഹിക്കും. നീ എൻ്റെ ചേട്ടനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും നീ കൊണ്ട് കളഞ്ഞിട്ട് രക്ഷപ്പെടാ, നീ എൻ്റെ ചേട്ടനോടാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ നിന്നോട് പറയാം, നീ എന്നിലൊരു പാർഷല്ലേ, എൻ്റെ ദൈവദാസനോടാണ് നീ ചോദിക്കുന്നതെങ്കിൽ ഞാൻ നിന്നോട് പറയും, ഞാൻ നിനക്ക് വാക്ക് തരാം, പ്രാർത്ഥിക്കാം, ദൈവം വ്യത്യാസം വരുത്തും. അവന് പറഞ്ഞു, അച്ചായനെ, എനിക്ക് ജീവിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ, ഐ ക്യാൻ പ്ലേ വിത്ത് മൈ ലൈഫ്. അവൻ മുമ്പോട്ട് പോയി. പക്ഷേ ഒരു രാത്രി ദൈവം അവനോട് ഇടപെട്ടു കേസ് പിൻവലിക്കാൻ. ആരോടും പറയാതെ അവൻ കേസ് പിൻവലിച്ചിട്ട് ഒറ്റ ആരോടും ആലോചിക്കാതെ പോയി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഇന്ന് അമ്പോറ്റ് തടിമുടുക്കന്മാർ 2 പിള്ളേരുമായിട്ട് അവർ നടക്കുന്ന കാണുമ്പം എനിക്കൊരു കർത്താവിനെ അറിയാം. എത്ര കണക്കൂട്ട് തെറ്റിയാലും പറയേണ്ട ഒരുവനോട് പറഞ്ഞ ചെവി അറിയാതെ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട്. കരമുയർത്തി ദൈവസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ഏത് കണക്കൂട്ടുകൾ തെറ്റിയാലും കണക്കൂട്ടുകൾ തെറ്റുന്നിടത്ത് പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന്
ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അത് എൻ്റെ മാത്രം അനുഭവമല്ല, ഇവിടെ ഇരിക്കുന്ന പലരുടെയും അനുഭവമല്ലേ. കർത്താവെ, എൻ്റെ കണക്കൂട്ട് തെറ്റിയിരിക്കുക. പലതും ഞാനിങ്ങനെ കണക്ക് കൂട്ടിപ്പോയി, പക്ഷേ എങ്ങും എത്താതെ എവിടെയൊക്കെ ചുവടുകൾ പിഴച്ചെങ്കിൽ നിൻ്റേതേ പിഴച്ചിട്ടുള്ളൂ. നിൻ്റെ വീട്ടിൽ വരുന്ന യേശുവിൻ്റെ കാൽച്ചുവടുകൾക്ക് ഒരിക്കലും പിഴയ്ക്കത്തില്ല. പിഴയ്ക്കാത്ത ചുവടുവെപ്പുകളുമായി എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്നും ആ പദ്ധതി നിൻ്റെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്നും പറയുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ ഇന്ന മേഖലയിൽ കർത്താവെ എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയി. അത് മക്കളോടുള്ള ബന്ധത്തിലാകട്ടെ, ദാമ്പത്യത്തോടുള്ള ബന്ധത്തിലാകട്ടെ, ബിസിനസ്സിനോടുള്ള ബന്ധത്തിലാകട്ടെ, ആരോഗ്യത്തോടുള്ള ബന്ധത്തിലാകട്ടെ. ആരോഗ്യ മേഖലയെ കണക്കൂട്ട് തെറ്റത്തില്ലേ? ആരോഗ്യ മേഖലയെ കണക്കൂട്ട്. കാറുള്ള വീട്, ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നത് കണ്ടാൽ സന്തോഷം തോന്നും. പക്ഷെ അവർക്ക് ആ കാറ് പോരാഞ്ഞിട്ട് ഞാൻ കണ്ടു കാറ് മാറ്റിയിട്ടിട്ട് ബുള്ളറ്റ് മേടിച്ച് എൻഫീൽഡ്. എന്തിനാണെന്നറിയാമോ? ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി മാത്രം കറങ്ങാൻ. ഭാര്യയ്ക്ക് എന്തോ മുടിയെന്നറിയാം, അഴിച്ചിട്ട് മുടിയുണ്ട്. അവരിങ്ങനെ കുളിച്ച് പോകുന്ന കണ്ട, അവർ രണ്ടും കൂടെ പോകുന്ന കണ്ട ആരും നോക്കും. പക്ഷെ പെട്ടെന്നൊരു ദിവസം കരയുന്നു. കാരണം ഭാര്യയുടെ ദേഹത്തൊരു തടിപ്പ്, ബയോപ്സി, പിന്നെ അടുത്തത് ട്രീറ്റ്മെൻറ്റ്, കീമോ, റേഡിയേഷൻ. തിരിച്ചു വന്നപ്പം മുടിയില്ല, വിഗില്ല, ആകെ ഇന്ന് ബുള്ളറ്റില്ല, കാറെ പോലും കയറാൻ വയ്യ. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കണക്കൂട്ടിലെല്ലാം തെറ്റുന്നേ. ഒറ്റ ദിവസം കൊണ്ടല്ലേ ഈ കണക്കൂട്ടെല്ലാം തെറ്റുന്നേ. പച്ച പിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമുണ്ട്. ഒരു പെൺകുഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞു, എല്ലാ സൗഭാഗ്യത്തും കൂടെ ഭയങ്കര ഡൗറിയൊക്കെ കൊടുത്ത് കെട്ടിച്ച ഒരു പെൺകുട്ടി. എനിക്ക് പേഴ്സണലി അറിയാം. ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം, കല്യാണം കഴിഞ്ഞു, അടുത്ത ദിവസങ്ങൾ അവർ റിലീസ് ചെയ്തു, ഇവന് ഇമ്പോർട്ടൻ്റ് ആണ്, പുരുഷത്വം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ്, ഒരിക്കലും അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ല, ഒരു കുഞ്ഞിനെ ബെയർ കിട്ടത്തില്ല. അവൾ അവിടെ വീട്ടിൽ പറഞ്ഞില്ല. ഈ കുഞ്ഞ് എന്നോട് കയ്യെ പിടിച്ച് പറഞ്ഞു, അച്ഛാ ഇതാണ് പ്രശ്നം, പക്ഷേ ഒരിക്കലും ഞാൻ വീട്ടിൽ പറയത്തില്ല, ഞാൻ ഡൈവോഴ്സ് ചെയ്യത്തില്ല, കാരണം ദൈവം എനിക്ക് തന്നതല്ലേ. ഞാൻ പറഞ്ഞ കുഞ്ഞെ പ്രാർത്ഥിക്കാം. ആരെയും കുറ്റപ്പെടുത്താതെ അവൾ ആ പയ്യൻ്റെ കയ്യെ പിടിച്ച് രണ്ടുപേരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു ക്ലിനിക്കിലും പോകാതെ കർത്താവ് കൊടുത്ത കുഞ്ഞുമായിട്ട് അവർ പ്രതിഷ്ഠിക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കർത്താവിനെ മനസ്സിലായി. കണക്കുകൾ തെറ്റുമ്പോൾ പറയേണ്ട ഒരുവനോട് പറഞ്ഞ ഇരുചെവി അറിയാതെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയും. ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ സ്വപ്നങ്ങൾ എവിടെയൊക്കെ തെറ്റിപ്പോയി, എൻ്റെ സ്വപ്നങ്ങൾ എവിടെയൊക്കെ തെറ്റിപ്പോയി, എവിടെയാ ഇന്നിടത്താ തെറ്റിയെന്ന് പറഞ്ഞ് ആ മേഖലയിലേക്ക് യേശുവിനെ വിളിച്ചാൽ അവിടേക്ക് വരുന്നൊരു കർത്താവ് ഈ പ്രെയർ ഫെലോഷിപ്പിൻ്റെ കൺവെൻഷനകത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണം മാത്രമാകരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവെ, എൻ്റെ ഇന്നിടത്ത് തെറ്റിയത്, അത് ആരോഗ്യത്തിലാകട്ടെ, കണക്കൂട്ടലുകളാകട്ടെ, ജോലിയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, കുഞ്ഞുങ്ങളിലാകട്ടെ, എന്ത് ശുശ്രൂഷയിലാകട്ടെ, എന്തിനുമാകട്ടെ, യേശുവെ ഇന്നിടത്ത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ പോകുന്നത്, എൻ്റെ കണക്കൂട്ടുകൾ തെറ്റി, അവിടേക്ക് നീ വരണമെന്ന് പറഞ്ഞ ഈ നിമിഷം നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്, പ്രിയരെ, അത് ബുദ്ധിയിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തുകയല്ല. എൻ്റെ ശുശ്രൂഷ അനുഭവത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ കണ്ട, ഞാൻ അനുഭവിച്ച, ഞാൻ തൊട്ട, ഞാൻ രുചിച്ച യേശു അവിടെ വരുന്ന യേശുവാ. വിളിക്കാമോ? യേശുവെ, ഇന്ന മേഖലയിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടേക്ക് വരുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ട്. അത് ഞാൻ ഹൃദയംഗമായിട്ട് അനുഭവിക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വലിയൊരു കാര്യം പറയാൻ വേണ്ടി നിൽക്കുകയല്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ തൊട്ട, ഞാൻ കണ്ട യേശുവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ യേശു ഇന്ന് കർത്താവ് അവിടുത്തെ മുഴുവൻ സാന്നിധ്യവും, ത്രിയേക ദൈവത്തിൻ്റെ മുഴുവൻ സാന്നിധ്യവും ഈ ചർച്ചിനകത്തുണ്ട്. ക്ഷണിക്കാമോ? വ്യക്തിപരമായി ക്ഷണിക്കാമോ? യേശുവേ, ഞാൻ പ്രതീക്ഷിച്ച പോലല്ല കാര്യങ്ങൾ പോയത്, ഇന്നിടത്ത് എൻ്റെ കണക്കുകൾ തെറ്റി, അവിടേക്ക് വരണമെന്ന് പറഞ്ഞ ഈ നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന യേശുണ്ട്. അങ്ങനെ കർത്താവേ, ഞാൻ കാറ്റി കുറുക്കി കൊണ്ടുപോയ വഴികളിലൂടെ ഞാൻ പോകുന്നില്ല, പ്രതീക്ഷകൾ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്, വരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ സന്ധിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കർത്താവേ, എൻ്റെ ഇന്ന മേഖലയിലേക്ക് നീ വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ വിളിച്ച്, യേശുവേ വരണമേ, യേശുവേ വരണമേ, യേശുവേ വരണമേ, ഇന്നതാ എൻ്റെ വിഷയം,
ഇവിടെയാ തെറ്റിയത്, ഇവിടെയാ തെറ്റിയത്. പർട്ടിക്കുലറി പറ, ഇവിടെ തെറ്റിപ്പോയി കർത്താവേ, ഇന്ന മേഖലയിൽ തെറ്റിപ്പോയി, ഇന്നിടത്ത് ഞാൻ എൻ്റെ കണക്കുകൾ തെറ്റി കർത്താവേ, ഇന്നിടത്ത് എൻ്റെ കണക്കുകൾ തെറ്റി, വരണമേ യേശുവേ, അവിടേക്ക് വരണമെന്ന് പറഞ്ഞ വരുന്നൊരു കർത്താവ്. വിളിച്ചാൽ വരും, വിളിച്ചാൽ വരും. പാട്ടില്ലേ, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തും ദൈവം, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ദൈവം, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ദൈവം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ദിഗാനഗദന ശഗനറിഗന രഗന ഹംധന റിഗല രഗജ രബന ഹംധനാദിഗാൻ ഹുരഖറ ബബ ശഖനഗാദരാജഗന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിച്ചാ വരുന്ന കർത്താവ് പുറം അറിയാതെ പരിഹരിക്കും. യേശുവിൻ്റെ പ്രത്യേകത അതാണ്. പുറത്തറിയിക്കത്തില്ല. പുറത്തറിഞ്ഞാൽ അത് പരിഹരിക്കപ്പെട്ടാലും അപമാനം മാറത്തില്ല. ശരിക്കൊരു കർത്താവിനെ അറിയാം, പുറത്തറിയുന്നതിന് മുമ്പ് പരിഹരിക്കുന്നത്, പുറത്തറിയുന്നതിന് മുമ്പ് പരിഹരിക്കുന്നത്. പ്രാർത്ഥിച്ചേ. വ്യക്തിപരമായ എല്ലാ മേഖലകളിലേക്കും ഞാൻ കുറേ പ്രാർത്ഥിച്ച് മേടിച്ചൊരു ദൂതായത്. പക്ഷെ അത് പ്രസംഗിക്കാൻ വേണ്ടി തന്നതല്ല. എൻ്റെ ലൈഫിൽ ദൈവം എന്നോട് പറഞ്ഞത്. എൻ്റെയും പലതും തെറ്റി, പക്ഷെ എൻ്റേത് തെറ്റിയുള്ളൂ. എന്നെ വിളിച്ചവൻ്റെ കണക്കുകൾ ഇന്ന് വരെയും തെറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കണ്ണിൻ മണി പോലെ നടന്നു. ഇത് നമ്മുടെ മാത്രം സമയം. എല്ലാവരും പ്രാർത്ഥിച്ച്. മെസ്സേജ് കേട്ട് പോയിട്ട് പ്രസംഗിച്ച് പോകാൻ ഞാൻ നിൽക്കുകയല്ല. പക്ഷെ എനിക്കറിയാം ഈ ദിവസങ്ങളിൽ ഭയങ്കര വിടുതലിൻ്റെ ദിവസങ്ങളാണ്. ഇന്നതാണെന്ന് കർത്താവിനോട് പറയാം. എവിടെ കളഞ്ഞു പോയത് കാണിച്ചു കൊടുത്തു. കോടാലി ഇന്നിടത്താ പോയി, ഇവിടെ പോയി, യേശുവേ ഇവിടെയാ തെറ്റിയെന്ന് പറയാമോ? ഇന്നിടത്ത് തെറ്റി. നമ്മളും കർത്താവും മാത്രം, വേറെ ആർക്കും പ്രവേശനമില്ലാത്ത ഒരു പ്രൈവറ്റ് മൊമെൻ്റായിട്ട് ഇത് മാറട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ യേശുവിനോട് പറ, യേശുപ്പച്ച ഇന്നിടത്ത് തെറ്റി, ഈ ഏരിയയിൽ തെറ്റിപ്പോയി, അവിടെ വരും കർത്താവ്, അവിടെ വരും കർത്താവ്. കണക്കുകൾ തെറ്റിയിടത്ത് പ്രവർത്തിക്കുന്ന ദൈവം, കണക്കുകൾ തെറ്റിയ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം, കണക്കുകൾ തെറ്റുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. 2-ാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്ന അതാണ്. യേശു അത് കോരി വെള്ളം കൊണ്ട് കൊടുക്കാൻ പറയുന്നു. അപ്പം തന്നെ വെള്ളം കൊടുക്കുന്നു, അത് വീഞ്ഞായിട്ട് മാറുന്നു. അടയാളങ്ങളുടെ ആരംഭമായിട്ട് യേശു കർത്താവ് ചെയ്യുന്നു. 2-ാം അധ്യായം, 4-ാം അധ്യായം, ഇത് 2-ാമത്തെ അടയാളം. അതിൻ്റെ 54-ാമത്തെ തിരുവചനം. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2-ാമത്തെ അടയാളമായിട്ട്. ഈ 2-ാമത്തെ അടയാളത്തിൻ്റെ പ്രത്യേകത, ഒരു രാജഭൃത്യൻ കമർന്നഹൂമിൽ നിന്ന് കാനാവിൽ വന്നു. അവന് രോഗിയായിരുന്ന ഒരു മകനുണ്ടായിരുന്നു. മകനുമായിട്ട് വരികയാണ്. അപ്പോൾ യേശുവിൻ്റെ കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞപ്പോൾ യേശു കർത്താവ് 48-ാമത്തെ യേശുവിനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതം കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പ് എന്ത് ചെയ്യണം? വരണമെന്ന് പറഞ്ഞു. ഇതൊരു രസമാണ്, ചോദിക്കുക. അങ്ങനെ ഒന്ന് വായിച്ചു നോക്കിക്കേ. യേശു കർത്താവിനോട് ഈ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ യേശു കർത്താവ് പറയാതെ ഭയങ്കര ഒരു പ്രസംഗത്തിനുള്ള ഭാഷയാണെന്ന് അവന് തോന്നി. അപ്പോൾ അവൻ പെട്ടെന്ന് എടുത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പറഞ്ഞു, യേശു കർത്താവേ, പ്രസംഗിക്കരുത്, കൊച്ചി അത്തുപോകും. ഇപ്പോൾ എനിക്ക് പ്രസംഗമല്ല വിഷയം, എൻ്റെ കൂടെ എവിടെ വരണം? വീട്ടിൽ വരണം. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കോളാൻ പറഞ്ഞു.
നീ പൊക്കോ. അവനങ്ങ് പോയി. പൊയ്ക്കോളാൻ പറഞ്ഞു, ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞു വിടുക. പൊയ്ക്കോളാൻ പറഞ്ഞു. പോകാനുള്ള വഴി എന്താ? നീ പോയി കഴിഞ്ഞ് ഈ മകൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് താണ്ട് ദാസന്മാർ വരുന്നു. അപ്പം പെട്ടെന്ന് ചോദിച്ചു, വേദം വന്നു എന്ന് അവർ പറഞ്ഞു. എപ്പോഴാണ് വന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു, 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ച് താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. അപ്പം ഒന്ന് കണക്കുകൾ തെറ്റുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം. രണ്ടാമത് ഈ ഭാഗം, ഇതൊരു 3 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ഉണ്ടായൊരു അനുഭവമാണ്. ഒരു ശനിയാഴ്ച രാത്രി, പിറ്റേ ദിവസം ഞായറാഴ്ച, തിങ്കളാഴ്ച എനിക്ക് മസ്കറ്റിന് പോകണം. ഒരാഴ്ചത്തെ കൺവെൻഷന് വേണ്ടി പോകണോ വേണ്ട എന്നുള്ള വല്ലാത്തൊരു തേങ്ങനൊരു കാരണം, വ്യക്തിപരമായൊരു കാരണം. എൻ്റെ സഹോദരി, എനിക്കൊരു പെങ്ങളെ ഉള്ളു, എൻ്റെ സഹോദരിക്ക് ഡയാലിസിസ് ആണ്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരു മരണത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ചിന്ത തോന്നി. വല്ലാത്ത വേദന കൊണ്ട് പിടയുക. അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങുന്ന ശനിയാഴ്ച രാത്രി, തിങ്കളാഴ്ച പോകണോ വേണ്ട എന്നുള്ളൊരു സംശയം. അപ്പോൾ കൺവെൻഷൻ നടത്തുന്ന ആളെ ഞാൻ വിളിച്ചു പറഞ്ഞു, ദേവദാസനെ ഞാൻ വരുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വന്നാലും തിരിച്ചു വരേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക. അപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം. ശനിയാഴ്ച രാത്രി എല്ലാവരും ഉറങ്ങുന്നു. ഈ ചില സമയത്തൊക്കെ ഓർത്തണേ, നാട്ടിൽ കറണ്ട് പോയപ്പോൾ എല്ലാവരും, ഞാനങ്ങ് ഉണർന്നു വേർത്തിട്ട. എപ്പോഴും ഓർത്തോണം, ഈ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ പഴിക്കും. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു നിയോഗം അങ്ങ് ഓർത്തോണം. ഈ നമുക്കത് ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം നമ്മളെ ഉണർത്തുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യാനായിരിക്കും? പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിരുന്ന ആരുമില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയുടെ നല്ല നിശബ്ദത, വല്ലാത്ത വേദനയും ഒരു വിങ്ങലും, പോണോ വേണ്ട എന്നൊരു ചിന്ത. അപ്പോൾ ഞാൻ ഈ ഭാഗം എടുത്ത് ഇങ്ങനെ ധ്യാനിച്ചു. അതുപോലെ എൻ്റെ കണ്ണിൽ പെട്ടത് ഈ ഒരു വാക്യമാണ്. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ചിന്തിച്ചപ്പം കാനായിന്ന് കഫർനഹൂം, ഞാൻ ചുമ്മാ ഗൂഗിളിലെടുത്തുനിന്ന് അടിച്ചു നോക്കി, കാന ടു കഫർനഹൂം ഡിസ്റ്റൻസ് അടിച്ചപ്പോൾ എനിക്ക് ഒരു ഉത്തരം കിട്ടി, 26.7 കിലോമീറ്റർ. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. കൃത്യം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങട് വരെയുള്ള ദൂരമാണ് 26.7. നമ്മൾ ഈ കിലോമീറ്റർ കുറിച്ച് പോകുമ്പോൾ 27 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നോടുള്ളൊരു ദൂതാണ്. അപ്പം ഞാൻ ആ ഭാഗം പഠിച്ചപ്പം മനസ്സിലായി 7 മണി. 7 മണി എന്ന് പറഞ്ഞാൽ അവരുടെ 7 മണിയാണ്, നമ്മുടെ 1 മണിയാണ്. യഹൂദൻ്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ്? രാവിലെ 6 മണിക്കാണ്. 6 മണി 7 മണിയാകുമ്പോൾ നമ്മുടെ 7 മണി, അവരുടെ 1 മണി. അങ്ങനെ കണക്ക് കൂട്ടിയാൽ 7 മണി എന്ന് പറയുമ്പം നമ്മുടെ ഉച്ചയ്ക്ക് എത്ര മണിയായി? 1 മണിയായി അല്ലേ? 7, 8, 9, 10, 11, 12, 1, 7 മണി എന്ന് പറഞ്ഞാൽ 1 മണി. അന്ന് ഞാൻ ചർച്ചയിൽ ഈ ഭാഗം പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, 1 മണിക്ക് ആരും പോകരുത്. 1 മണിക്കൊരു പ്രത്യേക സംഭവമുണ്ട് ഇവിടെ. അപ്പോൾ ഈ 12:50 ഇങ്ങനെ പോകുന്നവരുണ്ട്. അവരോട് ഇപ്പോൾ ആരും പോകല്ലേ, ഒരച്ചായ മാത്രം പോയി. പുള്ളിയുടെ വണ്ടി കേടായി, അന്ന് പുള്ളി വീട്ടിൽ പോയില്ല. ലീനെ വിളിച്ചാർ, ലീന തേച്ച് പോയത്. അവരുടെ വണ്ടി വഴി കിടന്നു. പുള്ളി 6 മണിക്കാണ് മെക്കാനിക്ക് വന്നത്. സന്തോഷമായി. ഞാൻ പറഞ്ഞു 1 മണിക്ക് മുമ്പ് പോലും ഇന്ന് 1 മണിക്കൊരു പരിപാടിയുണ്ട് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1 മണിക്ക് പറഞ്ഞു, 1 മണിക്ക് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിപ്പിച്ചു. ഒന്ന് തിരുവല്ല ഭാഗത്തോട്ട് കൈനീട്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഭയങ്കര മാറ്റം ഉണ്ടായി. ഞാൻ സുഖമായിട്ട് പോയിട്ട് വന്നു. ആ ഒറ്റ പ്രാർത്ഥനയിൽ ആ ഒരു കെട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടായി. ആ മരണത്തിൻ്റെ ഒരു കെട്ടങ്ങ് മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരിടത്തിരുന്നുകൊണ്ട് യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതേ സമയത്ത് ദൂരെ പ്രവർത്തിക്കാൻ കഴിയും. ഇതാണ് കർത്താവിൻ്റെ പ്രത്യേകത. ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാം. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഈ അനുഭവങ്ങൾ പറയുന്നത് ആ പ്രസംഗം കേൾക്കാം, അതിൻ്റെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഉറപ്പിക്കാൻ വേണ്ടിയാണ്. എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക് മക്കളെ. പ്രത്യേകിച്ച് എനിക്ക് അമേരിക്കൻ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ കാര്യം കൊണ്ടാണ്, സത്യമേ പറയത്തുള്ളൂ. ഞാനൊരിക്കൽ ഞങ്ങളുടെ ഒരു മോനോട് ചോദിച്ചു, മോനെ ഹൗ വാസ് മൈ മെസ്സേജ്? അവൻ ചെവി പറഞ്ഞു, ഇറ്റ് വാസ് ടു ബോറിങ്. സത്യം പറയും, ഇറ്റ് വാസ് ടു ബോറിങ്. നമ്മുടെതൊക്കെയാണ് അവന്ന് പറഞ്ഞേനെ എന്തൊരു സുഖമായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചു പോലും ഇല്ല, ഭയങ്കര അഭിഷേകമായിരുന്നൊക്കെ പറയും. ഭയങ്കര സത്യസന്ധരാണ്. സത്യമല്ലേ? മുഖത്തൊക്കെ ഉള്ള കാര്യം പറയും. ഇറ്റ് വാസ് ടു ബോറിങ്. എനിക്ക് അന്നേരം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും എനിക്ക് തോന്നി സത്യമല്ലേ, എനിക്ക് എന്നെ തന്നെ കാണാനൊത്തേ. അപ്പോൾ ഒരു യോഗത്തിന് പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു,
മക്കളെ വിളിച്ച് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ പേരൻസ് എല്ലാവരും ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ സിംബോളിക്കലി പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ഇപ്പോൾ അടുത്തില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവർ ദൂരെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്താൽ അവരിവിടെ നിൽക്കുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞ് അങ്ങ് ചേർത്ത് പിടിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക, നെഞ്ചോടിയിട്ടങ്ങ് പ്രാർത്ഥിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക. അതൊരു 8:30 തീരേണ്ട യോഗം നീണ്ടുപോയി. അങ്ങനെ 9, 10, 11, 12 ആകാറായപ്പോഴാണ് ആൾക്കാർ പിരിയുക. ആൾക്കാരൊക്കെ പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പം ലാസ്റ്റിലൊരമ്മ നിൽപ്പുണ്ട്. ആ അമ്മ എന്തോ പറയാൻ വേണ്ടി നിൽക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. വളരെ നല്ല ആഠ്യത്വമുള്ളൊരമ്മ. അമ്മ മുമ്പോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു കാര്യം പറയാൻ വേണ്ടി നിന്നതാ, എല്ലാവരും പൊക്കോട്ടെ, പേഴ്സണലി പറയണം. എനിക്ക് എന്താണ്, അമ്മയുടെ മോള് നല്ലൊരു കുഞ്ഞ് ദൂരെയാണ് പഠിക്കുക, ഔട്ട് ഓഫ് സ്റ്റേറ്റാണ്. ആ കുഞ്ഞ് എന്തോ നല്ലൊരു മെഡിക്കൽ കോഴ്സ് ചെയ്യുന്നൊരു കുട്ടി. പക്ഷേ ഈ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം, ഈ കുട്ടി വരുമ്പോഴെല്ലാം ഒരു ചെറുക്കം കൂടുണ്ട്. വീട്ടിൽ വന്നാലും അവരൊന്നിച്ച് ട്രെയിനിൽ ഇറങ്ങും, അവൻ ഹായ് പറഞ്ഞു പോകും. പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ്ങാണ്, വർത്താനം, ഫോൺ ഒഴിഞ്ഞിട്ട് സമയമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഇത് നന്നല്ല, നമുക്ക് ഈ ബന്ധം ശരിയല്ല, അവിശ്വാസിയാണ്, അതന്നെയല്ല, ശരിയല്ല മക്കളെ. അപ്പോൾ ഈ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മ പറയുന്ന പോലല്ല, ഐ ആം മെച്യൂർഡ് ഇനഫ്, ഐ നോ വെയർ ടു കീപ് മൈസെൽഫ്, വെയർ ടു കീപ് ദ ഡിസ്റ്റൻസ്, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അമ്മ പറഞ്ഞു, മോനെ എന്നെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞാലും ഇത് നന്നല്ല മക്കളെ, നന്നല്ല. എന്നാൽ ഇവിടെ അമ്മയുടെ അങ്ങ് ചാടിക്കയറും, അമ്മ അങ്ങനെയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നുമില്ല, ഐ നോ മൈസെൽഫ്, ഐ നോ ഹാവ് ടു കീപ് മൈസെൽഫ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോൾ ഈ വിഷയം അമ്മയ്ക്കറിയാം അപകടമാണ്. അമ്മ ഇവിടുന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്കൊരു കോള് പടപെടാന്ന് അമ്മയുടെ ഫോൺ അടിക്കും. അമ്മ ഈ ഫോൺ എടുത്തപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഫോണാണ്. എൻ്റെ മക്കളെ, രാത്രി 11 കഴിഞ്ഞില്ലേ, എന്തോ മക്കളെ, അമ്മ ഇപ്പോൾ എവിടാ? അമ്മ ചർച്ചില്ല. പാതിരാത്രിക്ക് അമ്മ ചർച്ചയും തൊടുക്കുക. അമ്മ പ്രാർത്ഥിക്കുക. അമ്മ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? നിനക്ക് വേണ്ടി അല്ലാതെ അമ്മ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? സത്യത്തിൽ ഈ അമ്മയുടെ ഏക പ്രാർത്ഥന വിഷയം ആരാ? മക്കളെ. നിനക്ക് വേണ്ടി അല്ലാതെ അമ്മ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? കൊച്ചങ്ങ് വയലൻ്റായി. സമാധാനമല്ല നാളെ, നിങ്ങൾക്ക് സമാധാനമല്ല. എന്നെ വെച്ചേ സമാധാനമല്ല നിങ്ങളുടെ പ്രാർത്ഥന, നിർത്താമോ ഇനിയെങ്കിലും? എന്നാ കാര്യം പറ. ആ കൊച്ചൻ ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, ഈ ബന്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, എന്നാലും അമ്മ പെട്ടെന്ന് കേട്ടു. ഈ കൊച്ചു വല്ലാതെ ഒമിറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഞാനത് അവിടെ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു കെട്ട അഴിഞ്ഞു പോവുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് കരഞ്ഞപ്പോൾ അങ്ങ് എത്രയോ കിലോമീറ്റർ അപ്പടെ എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ ഒത്തെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യേശു കർത്താവിനോട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് ദൂരെ പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. പ്രാർത്ഥിക്കാൻ പോവുക. അതേ അനുഭവം എനിക്ക് പിന്നുണ്ടായി. ഖത്തറിൽ നിന്നൊരു പെങ്കൊച്ച് ഞങ്ങളുടെ ചർച്ചയിൽ വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അവളൊരു സാക്ഷ്യം പറഞ്ഞു. ഇതര മതത്തിൽപ്പെട്ടൊരു കുട്ടി ഖത്തറിൽ പ്രാർത്ഥിക്കണം. വളരെ യാദൃച്ഛികമായി കുട്ടി ഒരു പാസ്റ്ററെ വീട്ടിൽ ചെന്നു. ഞങ്ങളുടെ ഒരു പാസ്റ്ററാണ്. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ആൻറ്റി പെട്ടെന്നൊരു വെളിപ്പാട് കാണുന്നു. ഈ കുട്ടിയുടെ വീട്ടിൻ്റെ ദൂരെ ഒരു പാമ്പ് ഇഴഞ്ഞിറങ്ങിപ്പോന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു ബന്ധനാഴിയാണെന്ന് മാത്രം മനസ്സിലായി. പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ കുട്ടി പെട്ടെന്ന് വിളിക്കുകയാണ്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പ്രാർത്ഥിച്ച സമയത്ത് ആ കുട്ടിയുടെ അനിയത്തി വിഷാദരോഗത്തിൽ പിടിപെട്ട് കട്ടിലെ കിടക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് എന്തോ കുട്ടി ഓക്കെ ആയി, ചിരിക്കുന്നു, വർത്താനം പറയുന്നു, നിന്നോട് വർത്താനം പറയണം. ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഒരു ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങ് കൊച്ചു കേരളത്തിലെ ഏതോ ഒരു മൂലയ്ക്ക് ഒരു വീട്ടിൽ ചുരുണ്ട് കിടന്നൊരു പെണ്ണിൻ്റെ മുറിക്കകത്തുനിന്ന് ആ ഒരു വിഷാദ രോഗത്തിൻ്റെ ഡിപ്രഷൻ്റെ സ്പിരിറ്റ് ഒരു പാമ്പ് പോലെ ഇഴഞ്ഞുപോയി. അപ്പോൾ ഈ ആൻറ്റിയോട് ചോദിച്ചാൽ പറഞ്ഞു, ആ കുഞ്ഞുണ്ട് പറഞ്ഞു, അവിടെ അപ്പൻ അതേ പ്രശ്നത്താൽ ആത്മഹത്യ ചെയ്തതാണ്. പാരമ്പര്യമായി ആ കുടുംബത്തിൽ കിടന്നൊരു ബന്ധനം അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അഴിഞ്ഞെങ്കിൽ എൻ്റെ യേശുവിന് ദൂരങ്ങൾ പ്രശ്നമല്ലാത്തൊരു ദൈവമാണ്. ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അങ്ങ് ദൂരെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് യഥാർത്ഥമായി നെഞ്ചുപൊട്ടി ചങ്കുരുകി കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എവിടെ, അത് ദൂരെയാണെങ്കിൽ ദൂരെ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, എവിടെയാണോ അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൃപ സാന്നിധ്യം വെളിപ്പെടും. പ്രാർത്ഥിച്ച് എല്ലാവരും, യേശുവേ എൻ്റെ കുഞ്ഞ് ഇന്നടത്താണ്, അവിടെ ഇന്ന പ്രശ്നത്തിൽ കൂടെ പോവുകയാണ്, അത് എത്ര നാളായതാണെങ്കിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചേ ദൂരങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം. ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് എവിടെയാണോ
ആ സ്ഥലത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ, കുഞ്ഞ് ഇപ്പോൾ നോർത്ത് കരോളിനയിലാണ്, ന്യൂയോർക്കിലാണ്, യൂണിവേഴ്സിറ്റിയിലാണ്, അല്ലെങ്കിൽ എൻ്റെ പങ്കാളി ഇന്നിടത്താണ്, അല്ലെങ്കിൽ നാട്ടിൽ വീട്ടിൽ ഇന്നിടത്ത് എൻ്റെ സഹോദരൻ സഹോദരി അമ്മ കർത്താവെ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, അല്ല ഇന്ന പ്രതിസന്ധി ഇന്നിടത്ത്, അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വിശ്വാസത്തോടെ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ഈ നിമിഷങ്ങളിൽ ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഷബ ലഗദന ഹർക്കന ദിഗന രബന ഹുര ഖന ശംദന റിഗന റബന ഹംധന. അകലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങും. എല്ലാവരും പ്രാർത്ഥിച്ച് ആരും ഈ രാത്രിയിൽ വെറുതെ ഇരിക്കാതെ, കേട്ട് പോകാതെ, കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളായി മാറാമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയോ ദൂരങ്ങളിൽ ഒരു വിടുതൽ കർത്താവ് ചെയ്യും. അത് ഈ കൺവെൻഷൻ കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരോട് വിളിച്ച് സാക്ഷ്യമായി പറയും. കർത്താവെ, ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈ സ്ഥലത്ത് കർത്താവുണ്ട്. എത്രയോ ദിവസങ്ങളുടെ പ്രാർത്ഥന, എത്രയോ ദിവസങ്ങളുടെ ഉപവാസം ഈ യോഗത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം അവരെന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വിളിച്ചെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഈ പ്രിയ മക്കൾ പ്രാർത്ഥിച്ചെങ്കിൽ, ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് തന്ന ഒരു ദൂത് ഞാനിന്ന് രാത്രി കൈമാറുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങ് ദൂരെ പ്രകമ്പനം കൊള്ളിക്കും, വിടുതലായി മാറും. ശബ ലഗദന ഹർക്കന. ചില ബന്ധനങ്ങളെ ദൈവം ദൂരങ്ങളിൽ അഴിക്കും. ദൂരങ്ങളിൽ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഈ നിമിഷം വെളിപ്പെടും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ സ്ഥലത്തെ പറഞ്ഞേ, ആ വ്യക്തി ഇന്ന സ്ഥലത്താ കർത്താവേ, ആ പ്രശ്നം ഇന്ന സ്ഥലത്താ. ഗൗരവമായി പ്രാർത്ഥിച്ചേ. ശകല ഹദന റിഗ ലഗദന ഹുഡബന ശബന ഹബ്ദനെ. അതെത്ര നോട്ടിക്കൽ മൈലിനപ്പുറമാണെങ്കിലും, അതെത്ര കടലിനക്കരയാണെങ്കിലും, അതെത്ര ദൂരെയാണെങ്കിലും അവിടെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മഹത്വം യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. അതരം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ. അതരം തുറന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ഇന്ന മേഖലയിൽ കർത്താവ് ഇന്ന സ്ഥലത്ത് പറയണേ, അത് പറയണം. യേശു കർത്താവിനോട് പറ. നമ്മുടെ ഒരു റെസ്പോൺസ് യേശുവിന് വേണം. നമ്മുടെ ഒരു പങ്കാളിത്തം കർത്താവ് ആവശ്യപ്പെടാം. രാജപുരത്തം വന്ന് പറഞ്ഞു, യേശുവേ, കവർന്നഭൂമിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. 1 മണിക്ക് അവിടെ 7 മണിക്ക് പറഞ്ഞത് 7 മണിക്ക് തന്നെ 26.7 കിലോമീറ്റർ ദൂരത്തിൽ. അന്ന് ടവറില്ല, അന്ന് മൊബൈലില്ല. ഒരു സ്ഥലത്ത് ഒരു ശബ്ദം പറഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ഉരഗന ശംദനെ ദിഗന പരഗദന റിബല ഹദന റബന ഹംധന ബന ശഗന റബന ഹുരബല ഹദന റിഗന അബ്തുന റഗന ശംദനെ റിഗന റംധ റബന ഹദന റിഗല രഗജ റംധ നഗജന അർഗം ദഗനം ദിഗനം രഗജം രഗനം ശഗനം ദഗനം ധാരം ധേരം ധേരം അർഘ ദഗനം ശഗനം. വ്യക്തിപരമായി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവേ, ഇന്നടത്ത്, അത് ഇന്ത്യയിലാകട്ടെ, അത് ഗൾഫിലാകട്ടെ, അത് അമേരിക്കയിൽ എവിടെയും ആകട്ടെ, യേശുവേ, ഇന്നടത്ത് 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 അവിടെ അവിടെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവേ, എൻ്റെ കുഞ്ഞ് ഇന്നടത്താണ്, എൻ്റെ പങ്കാളി ഇന്നടത്താണ്, എൻ്റെ സഹോദരൻ ഇന്നടത്താണ്, എൻ്റെ സഹോദരി ഇന്നടത്താണ്, അവിടെ ഇന്ന പ്രശ്നമാണ്. യേശുവേ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ദൂരെ, ഇവിടെയല്ല, ദൂരെ, അത് വീട്ടിലാകട്ടെ, എവിടെയുമാകട്ടെ, അവിടെ ഒരു വ്യക്തി, എൻ്റെ വ്യക്തിപരമായ വിഷയം, കർത്താവേ, അവിടേക്ക് നിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ, അവിടെ ഇന്ന വിടുതൽ അയക്കണമേ, ഇന്ന പ്രശ്നമാണ് കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്, ഇന്ന ആള്, എൻ്റെ കുഞ്ഞാകട്ടെ, സഹോദരനാകട്ടെ, വ്യക്തിയാകട്ടെ, ബന്ധമാകട്ടെ, സുഹൃത്താകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾ ആരെയാണ് ഇപ്പോൾ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കരത്തിലേക്ക് ഉയർത്തുന്നത്, ആ വ്യക്തിയെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. അങ്ങനെയുള്ളവരൊക്കെ 2 കരങ്ങളും ഉയർത്തി കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. വേറെ ആരെയും ശ്രദ്ധിക്കരുത്. ആരുടെയും മുമ്പിലല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ സ്ഥലത്ത് യേശുവുണ്ട്, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ, എന്നിട്ട് പറ കർത്താവിനോട്, കർത്താവേ, വാ തുറന്ന് പറ, ഹൃദയം പൊട്ടിപ്പറ. ഈ കർത്താവ് കേൾക്കും. യേശു
യേശു കർത്താവ് കേൾക്കും. ആൾക്കൂട്ടത്തിനിടയിൽ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു കുരുടൻ നിലവിളിച്ച്, യേശുവേ ദാവീദ് പുത്ര, യേശുവേ ദാവീദ് പുത്ര. അത് കേട്ട് നിന്ന കർത്താവ് ഈ നിമിഷം 8:05 ഈ നിമിഷത്തിൽ നിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് പറ, യേശുവേ ഇന്നടത്ത്, ഇത്രയിടത്ത്, ഈ സ്ഥലത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് യേശു കർത്താവിനോട് പറഞ്ഞു പ്രാർത്ഥിക്ക്. ഈ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ബോധ്യമാണ്, എൻ്റെ ശുശ്രൂഷയുടെ ബോധ്യമാണ്, എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള എനിക്കുള്ള ഉറപ്പാണ്. ഇവിടുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രവർത്തിച്ച വിടുതലുകൾ വരും ദിവസങ്ങളിൽ ഈ പ്രയർ ഫെലോഷിപ്പിൽ സാക്ഷ്യമായി വരും. കരമുയർത്തി വിശ്വാസത്തോടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ആ സ്ഥലത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ പറ, നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോ, പറഞ്ഞു പ്രാർത്ഥിച്ചോ. 2 മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കാം. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വിടുതൽ, അവിടെ ദൈവം പ്രവർത്തിക്കും, അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങ് ദൂരെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. അത് ഇന്ത്യയിലാണെങ്കിൽ അവിടം വരെ ദൈവത്തിൻ്റെ പ്രകമ്പനം, ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉണ്ടാകും, പ്രതിധ്വനി ഉണ്ടാകും. ഈ നിമിഷം യേശുവേ, ഈ സഹോദരങ്ങൾ, ഈ പ്രിയപ്പെട്ടവർ, കർത്താവേ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി നിങ്ങളുടെ ആ വ്യക്തിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച, ആ പ്രശ്നത്തെ ദൂരെയുള്ള ആ വ്യക്തിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവേ, ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, പങ്കാളികൾ, കർത്താവേ, ഇപ്പോൾ അവരെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ ആ വ്യക്തിയെ കെട്ടിവെച്ച ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ അഴിക്കുകയാണ്. ആ വ്യക്തിയെ, ആ വ്യക്തികളെ, അതാരുമാകട്ടെ, അവരെ കെട്ടിയ കെട്ടുകളും ബന്ധനങ്ങളും രോഗങ്ങളും മനോഭാവങ്ങളും അവരുടെ ബുദ്ധിയെ കെട്ടിയ കെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അഴിക്കുകയാണ്. അർഗാധിക നഗതന ശംദനെ റിഗനെ റിഗലെ രഗജെ അംധുന രബന. പ്രത്യേകിച്ച് തലമുറയോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്ന ചിലരെ കർത്താവ് ഇന്ന് പകലിൽ കണ്ട് ഈ രാത്രി കാണുമ്പോൾ, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ വേണ്ടി, എൻ്റെ കുഞ്ഞിനെ, രാജഭൃത്യൻ്റെ മകനെ തൊട്ട ദൈവമേ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള എൻ്റെ കുഞ്ഞിനെ ദൈവം ഇപ്പോൾ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാവിനെ, പിതാവിനെ, കൂടപ്പിറപ്പുകളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പച്ച, അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. ഈ സമയത്ത് തന്നെ പ്രവർത്തിക്കണേ കർത്താവേ, ഈ സമയത്ത് തന്നെ അവിടെ പ്രവർത്തിക്കണേ. അങ്ങ് കർത്താവെ, ഞങ്ങൾ ഈ വചനത്തെ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. 2000 വർഷം മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നടന്നത് ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണേ കർത്താവേ. ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി നടക്കണേ, ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. അതോ നഗതന ശംധനെ റിഗലെ രംധനെ ൂരം ദഗനം ദിഗനം രഗജം അബ്ധുനം. കർത്താവെ, അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 54-ാമത്തെ വാക്യം. യേശു കർത്താവ് ഇത് യഹൂദയിൽ നിന്നും ഗലീലയിൽ വന്നപ്പോൾ 2-ാമത്തെ അടയാളം. ഉറക്കെ പറഞ്ഞേ, 2-ാമത്തെ അടയാളം. ഇനി 3-ാമത്തെ അടയാളം 5-ാമത് അധ്യായത്തിലാണ്. ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. അവിടെ ഒരു മനുഷ്യൻ കിടക്കുകയാണ് ബെഥസ്ദ കുളക്കടവിൽ. 38 വർഷമായിട്ട് കിടക്കുകയാണ്. ഇത് എന്നെ ഇഷ്ടപ്പെടുത്തിയൊരു വാക്കുണ്ട് അവിടെ. അത് 6-ാമത്തെ വാക്യാണ്. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഒന്ന് അടിവരയിടാവോ? കണ്ടു, അറിഞ്ഞു. ഇപ്പം 38 ആണ്ടായി. യേശു കർത്താവിന് ഇപ്പം എത്ര വയസ്സ് കാണും? ഭൂമിയിൽ മനുഷ്യാവതാരത്തിലെടുത്ത യേശുവിന് അന്ന് എത്ര വയസ്സ് കാണും? 30 വയസ്സ് കഴിഞ്ഞല്ലേ ശുശ്രൂഷ തുടങ്ങുന്നത്. അപ്പോൾ ഒരു 33 മരിച്ചു. ഏതായാലും എത്ര വയസ്സ് കഴിഞ്ഞു? 30 വയസ്സ്, 33 താഴെ. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ രോഗം ആരെക്കാട്ടി മൂത്തതാണ്? യേശുവിനെ കാട്ടി മൂത്തതാണ്. അപ്പോൾ ഈ ഭൂമി വരുന്നതിന് മുമ്പ്
ജഡാവതാരം എടുക്കുന്നതിന് മുമ്പ് കർത്താവ് ഇവൻ കിടക്കുന്നത് കണ്ടിട്ട് തീരുമാനിച്ചു, ഇവൻ കിടക്കുന്നിടത്ത് ഞാൻ പോകും. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, അവൻ കിടക്കുന്നത് കണ്ട ദൈവം ഇങ്ങനെ ആയിരിക്കുന്നു എന്നറിഞ്ഞ ദൈവം. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ അറിയുന്ന ദൈവമാണ്. 2, കാണുന്ന ദൈവമാണ്. ഉറപ്പുണ്ടോ? കാണുന്ന ദൈവം, അറിയുന്ന ദൈവം. എനിക്ക് യേശു കർത്താവിനോട് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടം. കുറേ അനുഭവം കൊണ്ട ഒരു അനുഭവം ഈ അടുത്തിടയ്ക്കുണ്ടായി. കഴിഞ്ഞ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിനകത്ത് റിനോവേഷൻ നടക്കുകയാണ്. അത് വെള്ളം കയറി. ഒരു 10-300 ഞങ്ങളുടെ ഒരു പഴയ ചർച്ച് ഞങ്ങൾ നല്ല രീതിയിൽ അതൊന്ന് റിനോവേറ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചിയുടെ ആങ്ങളെയൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആണ്. അതിൻ്റെ ഒരു ഒരു കൺസൾട്ടൻ്റാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവരെല്ലാമായിട്ട് ആലോചിച്ച് ഞങ്ങൾ നല്ലപോലെ അത് ഒരു നല്ല ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ നല്ല രീതിയിൽ അത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്താൽ പണി നടക്കുന്നില്ല. അവസാനം പണി തുടങ്ങി, നല്ല രീതിയിൽ പോവുകയാണ്. കണക്കുകളെല്ലാം തെറ്റിപ്പോയി. മുമ്പ് പറഞ്ഞ പോലെ ഒത്തിരി പൈസ വിചാരിച്ചതിനും കൂടുതലായി. അപ്പോൾ എൻ്റെ കോൺടാക്ട്സൊക്കെ വെച്ച് സാധനം ഇറക്കാൻ കടയിൽ വിളിച്ച് പറഞ്ഞ് അവർ കൊണ്ട് സാധനം ഇറക്കും, പണിക്കാർ പറഞ്ഞ് ഇറക്കും, പൈസ ഇറക്കിയ ആൾക്കാർ ചെയ്യും. എന്നിലുള്ളൊരു ബോധ്യമുള്ളത്. പക്ഷേ പറഞ്ഞ പോലെ അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ചതിലൊക്കെ ഒത്തിരി മേളോട്ട് അങ്ങ് പോയി. അപ്പോൾ ഒരു കടക്കാരൻ എന്നോട് വിളിച്ച് പറഞ്ഞു, പക്ഷേ നാളെ പൈസ വേണം. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ ചോദിക്കുന്നതിന് മുമ്പ് അവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എനിക്കറിയാം കൊടുക്കണം, കൊടുത്തില്ല എൻ്റെ പേര് പോകുന്ന പരിപാടിയല്ലേ. എനിക്കങ്ങ് ഭയങ്കര ഭയം കയറി. ഭയം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പേടിക്കാറൊന്നും ഇല്ല. പക്ഷേ ചില സമയത്ത് ഒരു വല്ലാത്ത പേടിയൊക്കെ തോന്നും. നമുക്ക് ഈ പറയത്തില്ല, ഈ തീ കോരിയിടുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ വലിയ മനുഷ്യരായിരിക്കും, ഞാൻ വെറും മനുഷ്യനാണ്. നമ്മൾ ഈ കയറി നിൽക്കുന്ന പച്ചയൊക്കെ ഉള്ളത് എവിടെ? സ്റ്റേജിൽ നമ്മളിങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ വലിയ പുള്ളിയാണ്. നമ്മുടെ ആകെ വില എന്നൊക്കെ പറയുന്നത്, ഞങ്ങളുടെ സഭയിൽ ഒരു ഉപദേശി പ്രസംഗിക്കാൻ വന്നേ വർഷം, ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞ് വിശ്വാസികൾ പ്രസംഗിക്കാൻ കേൾക്കാതിരിക്കുമ്പോൾ ഒരു സന്തോഷത്തോടെ ഇരിക്കണേ. പുള്ളി ഭയങ്കര പ്രസംഗം തുടങ്ങി, ഇംഗ്ലീഷ് പ്രസംഗിക്കുകയാണ്. ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ്. അടിപൊളി പ്രസംഗം, എൻ്റെ പ്രസംഗം എന്നറിയാം. 1 മണിക്കൂർ ഞാൻ പുള്ളിക്ക് കൊടുത്തു. പുള്ളി 15 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തി. നൗ ഐ ആം കൺക്ലൂഡിങ് മൈ മെസ്സേജ്, ഇഫ് ഗോഡ് അലൗസ് നെക്സ്റ്റ് ടൈം ഐ വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞുകൊണ്ടങ്ങിയിരുന്നു. ഞാൻ ഇനി എന്തോ ചെയ്യും, പിന്നെ ഇരിക്കുക 45 മിനിറ്റ് യോഗം പിരിച്ചുവിടാൻ നോക്കൂ. ഞാൻ പെട്ടെന്ന് പ്രീ പ്ലാൻഡും അല്ല, ഞാൻ പെട്ടെന്ന് പാട്ട് പാടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പണിയെ കാണിച്ചു? എന്നെ പറഞ്ഞൊരു അപ്പച്ചനെ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. ഞങ്ങളുടെ ഒരു അപ്പച്ചനാണ്, ഉണ്ണിയപ്പച്ചൻ. അപ്പച്ചൻ പുറകെ ഇരിപ്പുണ്ട്. അപ്പച്ചൻ ഭയങ്കര ആക്റ്റീവാണ്, ചർച്ചയിരുന്ന സ്തോത്രം ഇഷ്ടപ്പെട്ടാൽ പറയും ഹല്ലേലൂയ ഗ്ലോറി. അപ്പോൾ ഈ അപ്പച്ചൻ പുറകെ ഇരുന്നുകൊണ്ട് ഈ പുള്ളി പ്രസംഗിക്കുമ്പോൾ സന്തോഷം കൊണ്ട് പറഞ്ഞു, അങ്ങനെ തന്നെ ഗ്ലോറി. അപ്പോൾ ഈ പുള്ളിക്ക് തിരിഞ്ഞെന്നാണെന്നറിയാമോ? ഇരിക്കടാ പോടാ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ പറ്റി? ആ അപ്പച്ചൻ കാണിക്കുന്നുണ്ടോ? ഞാൻ ചെന്നൊന്ന് കയറിയപ്പം തൊട്ട് പറയാം, ഇരിക്കടാ പോടാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഇരുന്നെന്ന് പറഞ്ഞേ. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും വില എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. എന്നെക്കാട്ട് വലിയ അപ്പുറം ഉണ്ടോ? ഇല്ല. എനിക്കങ്ങ് പേടിയായി. എനിക്കങ്ങ് പേടി വരിക. ഞാൻ പക്ഷേ ആരോട് പറയാനാ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്റേഴ്സ് കോൺഫറൻസിലൊക്കെ സത്യമാണ്, ഞങ്ങളുടെ വിശ്വാസികൾ ഭാര്യ ഭർത്താവും കൂടെ അടി ഉണ്ടാകുമോ, പിള്ളേർ വഴക്കുണ്ടാക്കുമോ ഒക്കെ ചെയ്താൽ എല്ലാം ഞങ്ങൾ എടുക്കുക വരും. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി ആരോട് പറയും? ആരോട് പറയാനാ? വിശ്വാസിയോട് പറഞ്ഞാൽ നല്ല 8ൻ്റെ പണി. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഇല്ല. 3ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരാം. 4ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരാം. 5ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരാം. 7ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരാം. 8ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരും. ഇറങ്ങി വരാൻ വയ്യാത്ത പണിയുടെ പേരാണ് 8ൻ്റെ പണി. അതുകൊണ്ട് ഞങ്ങൾ ആരോടും ഒരു വിഷയവും പറയാറില്ല. ഞങ്ങളുടെ വേദന ആരോട് പറയാൻ? എനിക്കങ്ങ് ഭയങ്കര സങ്കടവും വിഷമവും വേദനയും എല്ലാം കൂടെ വന്നു. ഞാൻ ആ പണിയുന്ന ഹോളിൽ പരിവരുത്ത് തറയിൽ പോയി കിടന്നു. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പുള്ളി വന്നിരുന്നു. പുള്ളി 2 മണിയായപ്പോൾ എഴുന്നേറ്റ് അങ്ങ് പോയി. ഞാൻ അവിടെ തന്നെ കിടന്നു, പ്രാർത്ഥിച്ച് കരഞ്ഞു കൂവി. രാവിലെ എഴുന്നേറ്റ് വന്നു. എനിക്കങ്ങ് ഭയങ്കര പേടി, ഭയം, വിറയ്ക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനായിട്ടും പറഞ്ഞില്ല. ഞാൻ ആ ഹോളിൽ കിടന്ന് കരഞ്ഞു. ഞാൻ രാവിലെ 7 മണിയായപ്പോഴത്തേന് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പെട്ടെന്ന് വരണം. ഞാൻ എന്താണ്? ഇവിടെ ഒരു സഹോദരൻ വന്ന് വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെ കാണാൻ വേണ്ടി. ഞാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ, എത്രയോ വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു സഹോദരൻ. ഞാൻ ചോദിച്ചു എന്താ വന്നേ? ഒന്നുമില്ല പാസ്റ്റേ, ഇന്നലെ രാത്രി ഞാൻ പാസ്റ്ററുടെ ഒരു മെസ്സേജ് കേട്ടു, ആരോ ലിങ്ക് അയച്ചു തന്നാണ്. എനിക്കൊരു രസമായിട്ട് തോന്നി. ഞാൻ പക്ഷേ അത് കഴിഞ്ഞ് പാസ്റ്റർക്ക് വേണ്ടി കുറേ നേരം പ്രാർത്ഥിച്ചു. ഞാൻ വേറെ ആഴ്ച റാന്നി കൂടെ പോയതാണ്, അദ്ദേഹം വളരെ ദൂരെ നിന്നാണ്. അപ്പോൾ എനിക്കൊന്ന് കയറണം തോന്നി, കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. എന്നാൽ അദ്ദേഹം നിർത്തി വെച്ചാൽ ഒന്നും വേണ്ട, ഞാൻ വന്നെന്നേ ഉള്ളൂ, പോവാണ്, ഒന്നുമില്ല പാസ്റ്റേ. അപ്പോൾ പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, സഹോദര രാവിലെ ഒരു വീട്ടിൽ വന്നാലേ സഹോദരൻ ഒന്ന് പ്രാർത്ഥിച്ച്. പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചിട്ട് എന്നെ നോക്കി പറയുക, വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുക, ദേവദാസനെ ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചെന്ന കാര്യം വരുന്നുണ്ട്, ഉള്ള പറ, പേടിച്ചോ?
ഞാൻ പറഞ്ഞു പേടിച്ചു. ഇന്നലെ രാത്രി യേശു കർത്താവ് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ പേടിച്ച് കിടക്കുന്ന അവിടെ, നീ രാവിലെ പോയി പറയണം, പേടിക്കണ്ട പേടിക്കണ്ട, നിന്നെ ഏൽപ്പിച്ചത് ദൗത്യങ്ങൾ ഞാനാണെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ട്. അന്ന് എനിക്ക് എൻ്റെ യേശുവിനെ ഭയങ്കര ഇഷ്ടമായി. ഏതോ ഒരു മൂലയിൽ ആരും കാണാതെ അവിടെ കിടന്ന് ഞാൻ കരഞ്ഞപ്പോൾ 10-30 കിലോമീറ്റർ അപ്പുറത്ത് രാവിലെ ഒരാളെ പറഞ്ഞു വിട്ടു, നീ പോയി പറയണം, പേടിക്കണ്ട. എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, അവൻ അറിയുന്ന ദൈവം, അവൻ അറിയുന്ന ദൈവം. ഇന്ന് രാത്രി പറയട്ടെ, ഇവൻ കിടക്കുന്നത് അറിഞ്ഞ ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു യേശു. ആ യേശുവിനെ അനുഭവിച്ചിട്ടുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. അവൻ ദൂരെ അറിയും ദൈവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കർത്താവിനെ. ഇത്രയും ദൂരെ എന്ന് ഒരാളെ രാവിലെ പറഞ്ഞു വിടത്തക്കോണം ഞാൻ ആരാ? അപ്പനില്ല, അമ്മയില്ല, കൂടെ പുറപ്പില്ല. ഞാൻ പണ്ട് ഭാര്യയോടെല്ലാം പറയായിരുന്നു, ഇപ്പം ഞാൻ ഒന്നും കാര്യം പറയില്ല, കാരണം അവൾക്ക് താങ്ങാൻ ശക്തി കുറവാണ്. പിന്നെ ആരോട് പറയാനാ? പിന്നെ യേശുവിനല്ലേ പറയാനുള്ളൂ. പക്ഷേ ഒരു രാത്രി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞപ്പോൾ രാവിലെ ഒരുവനെ പറഞ്ഞു വിട്ട് എൻ്റെ യേശു അറിയുന്ന ദൈവം. ഇന്നും അറിയുന്ന ഒരുവനുണ്ട്. അവൻ പറഞ്ഞു, ഇത്ര കാലമായെന്നറിയാം, ഇത്ര കാലമായെന്ന് അറിയാം. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? സുഖപ്പെടുത്താൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ പറയണം മറുപടി? ഐദർ യെസ് ഓർ നോ. എനിക്ക് മനസ്സുണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ. പക്ഷെ ഇവൻ പറഞ്ഞ മറുപടി എന്താ? സമയമാകുമ്പോൾ എന്നെ എടുത്ത് ഇറക്കാൻ എനിക്ക് ആരില്ല. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കും. ഈ മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ അവൻ്റെ അകത്ത് തികട്ടി കിടന്നൊരു ദുഃഖമുണ്ട്. ആ ദുഃഖം ഇതാണ്, എല്ലാവരെയും ഇറക്കാൻ ആളുണ്ട്, പക്ഷേ എനിക്ക് ആരുമില്ല. അവനെ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ കാണും, പിന്നെ അവരെല്ലാവരും പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആരും വരാതായി. പക്ഷേ യേശു വരും. എപ്പോൾ? എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ, ആരുമില്ലാതെ വരുമ്പോൾ വരുന്നൊരു കർത്താവുണ്ട്. അവൻ ആരുടെ ദൈവം? ആരുമില്ലാത്തവൻ്റെ ദൈവം. ചിലപ്പോൾ എല്ലാവരും ഉണ്ട പോലൊക്കെ തോന്നും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, പ്രതിസന്ധിയിൽ എല്ലാവരും ഒറ്റയാണ്. ആരുമില്ലാത്തവന് വേണ്ടി വരുന്ന ഒരു ദൈവമുണ്ട്. 2, അതറിയുന്ന ഒരു ദൈവമുണ്ട്. 3, കാണുന്ന ഒരു ദൈവമുണ്ട്. കാണുന്ന ദൈവം, അറിയുന്ന ദൈവം, ആരുമില്ലാത്തവൻ്റെ ദൈവം, അവനെ തേടി വന്ന ദൈവം. എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് സുഖപ്പെടാൻ മനസ്സുണ്ടോ? എനിക്ക് ആരുമില്ല. ആരുമില്ലാതെ ഏകരാകുമ്പോൾ വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ കർത്താവ്. അവനെല്ലാവരും ഉള്ളപ്പം ചിലപ്പം നമുക്കവനെ ഫീൽ ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ആരുമില്ലാതെ വരുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവിടുന്ന് നമ്മുടെ കർത്താവ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അവനോട് പറയാണ്, നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റങ്ങ് പോയി. എത്ര ആണ്ടായി ഈ രോഗത്തിന്? 38 ആണ്ട്. എത്ര കാലമായി? 38 ആണ്ട്. ചിലപ്പോൾ നമ്മുടെ കാലങ്ങൾ നമുക്ക് പോലും അറിയത്തില്ല. ഞങ്ങളുടെ അച്ഛനൊരു അച്ഛൻ ഡയബറ്റിക് ഉണ്ട്. അച്ഛൻ എത്ര നാളാന്ന് ചോദിച്ചാൽ അന്നേരം ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കും. അച്ഛൻ പറയും അവനെക്കാട്ടി മൂത്താണ്. അല്ല, അവനുണ്ടാകുന്നതിന് മുമ്പുണ്ട്. അമ്മ പറയും അല്ല. ഏതായാലും അവന് 40 വയസ്സ് കഴിഞ്ഞു, അദ്ദേഹം പ്രായമായി. ചില രോഗം എത്ര ആണ്ടായെന്നറിയത്തില്ല. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. എത്ര ആണ്ട് പഴക്കമുണ്ടെങ്കിലും കാലങ്ങളുടെ മേൽ, പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ചിലത് കഴിയും തോറും, ചില ദുശീലങ്ങൾ, ചില മദ്യപാനമൊക്കെ വർഷങ്ങളായാൽ വിടാൻ പാടാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം, എൻ്റെ അപ്പനൊക്കെ തികഞ്ഞ മദ്യപാനമായിരുന്നു. എത്ര ആണ്ട് പഴക്കമുള്ള, എത്ര പൈതൃകമുള്ളതിനെയും മാറ്റാൻ കഴിവുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ളൊരു യേശു കർത്താവിനെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ, എത്ര കാലമായി നീ ഈ വേദന ചുമ്മാൻ തുടങ്ങിയിട്ട്? നമുക്കിത്ര കാലമായെന്ന് പറയാൻ കഴിയത്തില്ല, കുറേ നാളായി. പക്ഷെ കൃത്യം അറിയാവുന്ന ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഈ വേദന ചുമ്മാൻ തുടങ്ങിയിട്ട്, ഞാൻ ഈ രോഗം ചുമ്മാൻ തുടങ്ങിയിട്ട്, ഞാൻ ഈ വിഷമം ചുമ്മാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായെന്ന് പറഞ്ഞ ആ കാലത്തിൻ്റെ കൃത്യത നമുക്കറിയത്തില്ലെങ്കിലും കാലപ്പഴക്കത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു ദൈവം നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചേ, കർത്താവെ, ഇത്ര വർഷമായ വേദനകൾ
ഇത്ര വർഷമായ രോഗങ്ങൾ, ഇത്ര വർഷമായ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത്ര വർഷമായ സ്വഭാവ സവിശേഷതകളെ അഴിക്കുന്ന ദൈവമുണ്ട്. എത്ര നാളായി കല്യാണം കഴിച്ച നാളും, എത്ര നാളായി കുഞ്ഞുണ്ടായതുപോലെ യേശുവിൻ്റെ നാമത്തിൽ കാലപ്പഴക്കത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ടല്ലോ. അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും ദൈവത്തോട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച്, അറിയുന്ന ദൈവം കരമുയർത്തി പ്രാർത്ഥിക്കാമോ? കരമുയർത്തി പ്രാർത്ഥിച്ച്, കാലപ്പഴക്കങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു ദൈവം, കർത്താവേ, ഇത്ര ആണ്ടായി ഈ രോഗം, ഇത്ര ആണ്ടായി ഈ വേദന, ഇത്ര ആണ്ടായി ഈ വിഷമം, ഇന്ന് രാത്രി ആ വിഷമത്തെ, ആ രോഗത്തെ, ആ പ്രതിസന്ധിയെ, ആ വേദനയെ, ആ സ്വകാര്യ നൊമ്പരത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അവിടെ പ്രവർത്തിക്കുന്ന ദൈവം അവിടുന്ന് അറിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ യേശു കർത്താവിന് നമ്മുടെ ഒരു റെസ്പോൺസ് വേണം. അറിഞ്ഞാൽ വന്നെങ്കിലും യേശു ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? കർത്താവേ, എനിക്കാരുമില്ല. ആരുമില്ലാത്തവന് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നുണ്ട്. ഹൃദയം തുറന്ന് കർത്താവിനോട് പറഞ്ഞേ, യേശുവേ, ഈ വേദന കാണാൻ ആരുമില്ല, പക്ഷേ ആരുമില്ലാത്തവന് വേണ്ടി വരുന്നൊരു കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇത്ര ആണ്ടായ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ യേശു വന്നിട്ടുണ്ട്. പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത്ര ആണ്ടായി വരണമേ, ഇത്ര ആണ്ടായി ഈ വേദന, ഇത്ര ആണ്ടായി ഈ ദുഃഖം, എനിക്കിത് കാണാൻ ആരുമില്ല കർത്താവേ, നീ മാത്രമേ ഉള്ളൂ. പക്ഷേ നിന്നെ തേടി മാത്രം യേശു കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നിന്നെ തേടി മാത്രം, ആ വ്യക്തിയെ തേടി മാത്രം വരുന്ന യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ടല്ലോ. ഒരു വ്യക്തിക്ക് വേണ്ടി നടന്നു വന്ന കർത്താവ് ഇന്ന് രാത്രി ഈ കൺവെൻഷനകത്ത് എന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്യിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ മെസ്സേജ് കൺവേ ചെയ്യപ്പെടുമ്പോൾ അത് നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഓരോ ദൂത. ഇത്ര ആണ്ടായി നീ ചുമന്ന ആ വേദനയിൽ നിന്ന് ദൈവം വിടിവിക്കുന്ന കർത്താവിനോട് പറ, കർത്താവേ, ഇത്ര ആണ്ടായി ആ വിഷമം. ചിലപ്പോൾ മുമ്പേ വന്ന വിഷയം തന്നെ ആയിരിക്കാം, കണക്കുകൾ തെറ്റി ആ മേഖല തന്നെ ആയിരിക്കാം. പക്ഷേ ഇത്ര ആണ്ടായി കർത്താവേ, അത് നിന്നോടുള്ള ദൂത സഹോദര, നിന്നോടുള്ള ദൂത സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ അത് നിന്നോടുള്ള വ്യക്തിപരമായ ദൂതാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞ് എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനോട് മാത്രം ഇന്ന് രാത്രി ഹൃദയം പങ്കുവയ്ക്കുന്ന രാത്രിയായിട്ട് മാറണം. ഹൃദയം പങ്കുവെക്കുന്ന രാത്രിയായത്, ഹൃദയം പങ്കുവയ്ക്കുന്ന രാത്രിയാണ്. ആരും ഇന്ന് രാത്രി വെറുതെ ഇരിക്കാതെ അതിനം തുറന്ന് പ്രാർത്ഥിച്ച്, ആ കരങ്ങളൊന്നും ഉയർത്തിയോ ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ച്. കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. എന്നോട് കർത്താവ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നിലധികം വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ നീറുന്ന ഒരു വിഷയത്തിൻ്റെ മേൽ കർത്താവ്, പ്രത്യേകിച്ച് ചില സഹോദരിമാരുടെ വിഷയങ്ങളുടെ മേൽ അവരിന്ന് ചങ്ക് പൊട്ടി നെഞ്ചുരുകി ദൈവത്തോട് പറയുന്ന ആ പ്രതിസന്ധികളുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുക. സ്വർഗത്തിന് അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമല്ല, അവൻ കണ്ടറിഞ്ഞ് വരുന്ന ഒരു ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ആ നിങ്ങൾക്ക് വേണ്ടി വന്നൊരു യേശുവുണ്ട്. യേശുവേ, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ പ്രതിസന്ധിയിലേക്ക് യേശു കർത്താവേ അങ്ങ് വരണമേ. കര ഉയർത്തി പ്രാർത്ഥിച്ചേ. പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത്, കർത്താവിന് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. അതുകൊണ്ടാണ് യേശുവേ, ഇന്ന വിഷയം ഇത്ര നാളായി നിനക്കറിയത്തില്ല കർത്താവേ. അതിനൊരു ഭാഷാശൈലിയൊന്നും വേണ്ട, അങ്ങ് പറഞ്ഞാൽ മതി. ആ രോഗമാണേ പറ, കർത്താവേ, ഇത് ചുമ്മി ഞാൻ മടുത്ത് കർത്താവേ, എനിക്ക് വയ്യ കർത്താവേ. വെടിവിക്കുന്ന ഒരു ദൈവം. കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിക്കുക. ഓരോരുത്തരുടെ ഹൃദയങ്ങളെ തൊടുന്ന ദൈവം.
യേശുവേ, 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 യേശുവേ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരി. ഈ 3 മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണമെന്നുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. ദൂരങ്ങളിൽ കണക്കുകൾ തെറ്റിയെടുത്ത് ആണ്ടുകൾ പഴക്കമുള്ളിടത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ളവന്, പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം യേശു അറിയുന്ന യേശു ആയതുകൊണ്ട്. ആരുമില്ല നീ